സോ നമ്മളിപ്പം ഉണ്ടാക്കിയ കമ്പനിക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണ് യൂസേഴ്സ് എന്നുള്ള റോൾസൊക്കെ സെറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. സോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സെറ്റിങ്സ് മൊഡ്യൂൾ ക്ലിക്ക് ചെയ്യാണ്. അതിൽ യൂസേഴ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമ്മൾ യൂസേഴ്സ് പേജ് ഓപ്പൺ ആയിക്കണം. ഇവിടെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ബൈ ഡിഫോൾട്ട് കുറച്ച് ഉണ്ട്. ന്യൂ യൂസറിന് ക്രിയേറ്റ് ചെയ്യണം. സോ ന്യൂ യൂസർ ബട്ടൺ ക്ലിക്ക് ചെയ്ത്, സോ ഇനിയിപ്പം നമുക്ക് റെസ്റ്റോറൻറ്റ് ആയതുകൊണ്ട് റെസ്റ്റോറൻറ്റ് സെയിൽസ് വേണമെങ്കിൽ അറ്റൻഡർ എന്നുള്ള ന്യൂ യൂസറിനെ ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇപ്പം കിച്ചൺ മാസ്റ്റർ എന്നുള്ള ഒരു യൂസറിനെ ക്രിയേറ്റ് ചെയ്യാം. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പം കിച്ചൺ മാസ്റ്റർ ക്രിയേറ്റ് ചെയ്യാണ്. ഓക്കെ, സോ ഒരു ഫോൺ നമ്പർ കൊടുക്കാം, അവിടെ 10 ഡിജിറ്റ് പാസ്വേഡ്. റോൾസിൽ നമുക്ക് സെലക്ട് ചെയ്യാം കിച്ചൺ മാസ്റ്റർ. ഓക്കെ, കിച്ചൺ മാസ്റ്റർ ആൻഡ് സ്റ്റോർ. നമ്മൾ ഇതിൻ്റെ മുന്നുണ്ടാക്കിയ റീഗൽ കഫേയും കാണിക്കുന്നുണ്ട്, റീഗൽ സ്റ്റോറും കാണിക്കുന്നുണ്ട്, റെസ്റ്റോറൻറ്റും. സോ റീഗൽ റെസ്റ്റോറൻറ്റ് ഞാൻ ചൂസ് ചെയ്ത് കിച്ചൺ മാസ്റ്റർ POS.com. ഓക്കെ, ക്രിയേറ്റ് ബട്ടൺ. സോ ഇവിടെ നമുക്ക് ക്രിയേറ്റഡ് എന്ന് കാണിക്കും. സോ നമ്മളിപ്പം ക്രിയേറ്റ് ചെയ്ത കിച്ചൺ മാസ്റ്ററിൻ്റെ റോൾ കിച്ചൺ മാസ്റ്റർ എന്ന് കാണിക്കും. അതേമാതിരി ഇനി നമുക്ക് അറ്റൻഡർ ഉണ്ടാക്കാം. ഇനി നമുക്ക് അറ്റൻഡറും കിച്ചൺ മാസ്റ്ററും കൂടി ഒരുമിച്ച് ഉണ്ടാക്കാനുള്ള ഒരു യൂസറിനും ക്രിയേറ്റ് ചെയ്യുക വേണമെങ്കിൽ. സോ റെസ്റ്റോറൻറ്റ് സെയിൽസ് എന്ന് ടൈപ്പ് ചെയ്യുക, അറ്റൻഡർ. സോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ റോൾ റെസ്റ്റോറൻറ്റ് സെയിൽസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. സോ അത് ക്ലിക്ക് ചെയ്യുക. സെയിൽസ് ഞാൻ ഫോൺ നമ്പർ എന്തെങ്കിലും ഒന്ന് കൊടുക്കുകയാണ്. ആൻഡ് നമ്മൾ സ്റ്റോർ ചൂസ് ചെയ്യാം. ഓക്കെ, ഇതിന് വേണമെങ്കിൽ നമുക്ക് ഒന്നിലധികം സ്റ്റോർസും ചൂസ് ചെയ്യാം. സോ ഞാനിവിടെ റെസ്റ്റോറൻറ്റ് സെയിൽസ് ആയതുകൊണ്ട് റോൾ റെസ്റ്റോറൻറ്റ് സെയിൽസിനെ മാനേജ് ചെയ്യുന്നതാണ്. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ബോത്ത് റീഗൽ കഫേ ആൻഡ് റീഗൽ റെസ്റ്റോറൻറ്റ് ചൂസ് ചെയ്യാണ്. സോ ക്രിയേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സോ നമ്മളിപ്പം ഉണ്ടാക്കിയ റെസ്റ്റോറൻറ്റ് സെയിൽസ് എന്നുള്ള യൂസേഴ്സിനെ ഇവിടെ കാണിക്കും. ഇനിയിപ്പം ഈ യൂസേഴ്സിന് നമ്മൾ ക്രിയേറ്റ് ചെയ്ത യൂസേഴ്സിനും ബൈ ഡിഫോൾട്ട് പ്രസൻ്റ് ആയിട്ട് ഇരിക്കുന്ന യൂസേഴ്സിനൊക്കെ അവരെ റോൾസ്, അവർക്ക് എന്തൊക്കെ പെർമിഷൻസാണ് അലൗഡ് ഉള്ളത് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഡെവലപ്പർ പാനൽ ഉണ്ടാവും. അതിൽ റോൾസ് എന്നുള്ള ക്ലിക്ക് ചെയ്യുക. സോ റോൾസ് പേജ് ഓപ്പൺ ആയിരിക്കും. സോ ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത കിച്ചൺ മാസ്റ്റർ, അറ്റൻഡർ, ഇതിൻ്റെ മുന്നുള്ള പിന്നെ റെസ്റ്റോറൻറ്റ് സെയിൽസ്, നമ്മളിപ്പം ക്രിയേറ്റ് ചെയ്ത റെസ്റ്റോറൻറ്റ് സെയിൽസ് ഒക്കെ ഇവിടെ കാണിക്കും. സോ ഇവിടെ നമുക്ക് ഗ്രാൻഡ് ചെയ്ത പെർമിഷൻസ് ഒക്കെ ഇവിടെ കാണിക്കും. നമുക്കിവിടെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പം കമ്പനി അഡ്മിൻക്ക് 523 പെർമിഷൻസാണ് ഗ്രാൻഡ് ചെയ്തിരിക്കുന്നത്. സൂപ്പർ അഡ്മിന് ഓൾമോസ്റ്റ് എല്ലാം ഉണ്ട്. സെയിൽസ് എക്സിക്യൂട്ടീവിന് ചൂസ് ഇൻ 1 മാത്രം പെർമിഷൻസ് ഗ്രാൻഡ് ചെയ്തിട്ടുള്ളൂ. സോ ഞാനിവിടെ കിച്ചൺ മാസ്റ്ററിന് 30 ആണ് ഇപ്പോൾ ഗ്രാൻഡ് ചെയ്തിരിക്കുന്നത്. ഇത് എഡിറ്റ് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക എന്നുള്ള ഓപ്ഷനും ഉണ്ട് ഡയറക്റ്റ്ലി. സോ റോൾസ് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഇപ്പം ബാങ്ക് അക്കൗണ്ട്, ബാനർ ഇമേജ്, ഇതൊന്നും സത്യം പറഞ്ഞാൽ കിച്ചൺ മാസ്റ്ററിന് ആവശ്യമില്ല. സോ ഈ റോൾസ് ഒന്നും കിച്ചൺ മാസ്റ്ററിന് ഞാൻ പെർമിഷൻ ഗ്രാൻഡ് ചെയ്യുന്നില്ല. ഡെലിവറി മെത്തേഡ് വേണമെങ്കിൽ കിച്ചൺ മാസ്റ്ററിന് ചൂസ് ചെയ്യാം. സോ ഞാനിവിടെ സെലക്ട് ഓൾ ക്ലിക്ക് ചെയ്ത് സോ അത് ഞാൻ ഇനി സേവ് ചെയ്യാൻ പോവാണ്. സേവ് ചേഞ്ചസ്, സേവ്ഡ് എന്ന് കാണിക്കും. സോ ഇങ്ങനെയാണ് നമ്മൾ ഒരു ന്യൂ യൂസറിനെ ക്രിയേറ്റ് ചെയ്യുക ബേസ്ഡ് ഓൺ നമ്മളെ കമ്പനി. ഇനിയിപ്പം അത്
ഒരു സൂപ്പർ മാർക്കറ്റ് ആണെങ്കിൽ നമുക്കൊരു സെയിൽസ് എക്സിക്യൂട്ടീവിനെ ക്രിയേറ്റ് ചെയ്യാം ഇൻസ്റ്റെഡ് ഓഫ് കിച്ചൺ മാസ്റ്റർ. പിന്നെ മൊഡ്യൂൾസാണ് അവർക്ക് ആക്സസ് ഉള്ളത് എന്നൊക്കെ നമുക്കിവിടെ എഡിറ്റ് ചെയ്യാം.